അപ്പോൾ നമസ്കാരം. ഇപ്പോൾ കിട്ടിയ വാർത്തയാണ്. നല്ല ചൂടുള്ള വാർത്ത. എന്താ പറയുക. അപ്പോൾ നമുക്ക് എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനു മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ. പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നതായിരിക്കും. അപ്പോൾ ചെയ്യാത്ത കുറേ പേരുണ്ടായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്തോ. നോട്ടിഫിക്കേഷനൊക്കെ ഓണാക്കി വെച്ചോ. ഓക്കെ, തുടങ്ങാം. കടവന്ത്രയിൽ ഭിന്നശേഷിക്കാരനെ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തി ക്രൂരമായി മർദ്ദിച്ചു. യുവാവിന്റെ വാരിയെല്ലുകൾ ഒടിഞ്ഞു. യുവതി ഉൾപ്പെട്ട 4 സംഘമാണ് മർദ്ദിച്ചത്. അക്രമി സംഘത്തിലെ 2 പേർ പിടിയിലായിട്ടുണ്ട്. പ്രതികളായ സഫ്നെയും അമലിനെയും ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്യലിന് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ജെവിൻ ടുട്ടു ചേരുന്ന വിവരങ്ങളുമായി. ശീതൽ, ഞാനിപ്പോൾ നിൽക്കുന്നത് കടവന്തറ പോലീസ് സ്റ്റേഷനിലാണ്. ഇവിടെയാണ് പ്രതികൾ എല്ലാവരും ഉള്ളത്. ഇതിൽ 1-ാം പ്രതിയായ സഫ്ന, 2-ാം പ്രതി സഫ്നയുടെ ആൺസുഹൃത്തായ അമൽ അടക്കം 5 പേരെയാണ് പോലീസ് സംഭവത്തിൽ അറസ്റ്റ് ചെയ്തത്. ഇത് പോലീസ് പറയുന്നതനുസരിച്ച് ഈ സഫ്നയുടെ ആൺസുഹൃത്തും ചേർന്ന് അമൽദേവിനെ, ഈ ഭിന്നശേഷിക്കാരനായ അമൽദേവിനെ കെണിയിൽപ്പെടുത്തുകയായിരുന്നു എന്നതാണ്. അമൽദേവ് സഫ്നയെ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട് ഫോണിൽ മെസ്സേജ് അയക്കുന്ന വ്യക്തിയായിരുന്നു. കൊല്ലം സ്വദേശിയാണ് അമൽദേവ്. അദ്ദേഹത്തിന് സംസാരശേഷിയില്ല. കഴിഞ്ഞ ദിവസം 22-ാം തീയതി അമൽദേവിനെ ഇവർ ആസൂത്രിതമായിട്ട് കടവന്തറയിലുള്ള ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. ഹോട്ടലിലെത്തിയ അമൽദേവിന് അപ്പോഴാണ് കാര്യം മനസ്സിലായത്. സഫ്നയുടെ ഫോൺ വഴി മെസ്സേജ് അയച്ചു കൊണ്ടിരുന്നത് ആൺസുഹൃത്തായ അമലായിരുന്നു. ആ ഹോട്ടലിലെത്തിയ സമയത്ത് അമൽദേവിനോട് ഈ ഭിന്നശേഷിക്കാരനോട് ഈ സഫ്നയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിച്ചു. അത് വിസമ്മതിച്ചതോടുകൂടിയാണ് ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയത്. പുറത്തും മുതുകിലുമൊക്കെ ചവിട്ടി, വലത് കൈയിൽ ടോർച്ച് വെച്ച് അടിച്ചു. അങ്ങനെ പലതരത്തിലുള്ള മർദ്ദനമേറ്റാണ് ഈ അമൽദേവിന്റെ വാരിയിലടക്കം പൊട്ടുകയും ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തത്. നിലവിൽ ഈ സംഭവത്തിൽ പോലീസ് എല്ലാവരെയും അറസ്റ്റ് ചെയ്തു. ഇന്ന് ഉച്ചയോടുകൂടിയാണ് സഫ്നയെ വരാപ്പുഴയിൽ നിന്ന് പിടികൂടിയത്. ഇതിൽ 2-ാം പ്രതിയായ അമലിന് നേരത്തെ തന്നെ ലഹരി കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പിടികൂടിയതാണ്. അതിൽ പ്രതിയാണ്. എന്തായാലും ഇപ്പോൾ എല്ലാ പ്രതികളെയും ജഡ്ജിക്ക് മുന്നിൽ ഹാജരാക്കും, കോടതിയിലേക്ക് കൊണ്ടുപോകും. ഇതിലുള്ള അന്വേഷണവും പോലീസ് തുടങ്ങിയിട്ടുണ്ട്. എന്താ എവിടെ ഇവിടുത്തെ ഫെമിനിസ്റ്റുകാരൊക്കെ എന്തി? ആർക്കൊന്നും പറയാനില്ല. ഒരു പാവം പിടിച്ചവനെ എടുത്തിട്ട് തല്ലിച്ചതച്ചു. ഇപ്പോൾ വന്ന വാർത്തയാണ്. എത്ര പേര് മിണ്ടും? എത്ര പേര് സംസാരിക്കും? പ്രശ്നങ്ങളുണ്ടടേ. പാവം പിടിച്ച ഒരു ഭിന്നശേഷിക്കാരനെ എടുത്തിട്ട് അടിച്ച് പരിപ്പളക്കി നട്ടലൊടിച്ച് വിട്ടേക്കാണ്. ഹണി ട്രാപ്പ് അല്ലാതെ വേറൊരു കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന കാര്യങ്ങളോട് ഞാൻ എടുത്ത് മുന്നോട്ട് പറയും. പ്രതി യുവതിയല്ലേ, മുഖം കാണിച്ച് ശരിയായില്ല, ഊക്കിയതാണ്. വേറൊരു കാര്യമുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് ആയാലും പിന്നെ മറ്റേ 24 ആയാലും ഏത് ന്യൂസാണെന്ന് പറഞ്ഞാലും ഇപ്പോൾ ഇതിനകത്ത് ഇത് കാണിച്ചിട്ടുണ്ട്, ഫേസ് കാണിച്ചിട്ടുണ്ട്. പ്രതിയാണ് എന്ന് ഉറപ്പുവരുത്തിയെന്നാണ് പറയുന്നത്. എല്ലാ രീതിയിലുള്ള തെളിവുകളും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നാമത് ഇവിടുത്തെ നിയമത്തെ ആർക്കും ഭയമില്ല. അതാണ് ഇവൾക്ക് ഇത്ര ഇളി. ഫസ്റ്റ് തന്നെ നിങ്ങൾ നോക്കിയാൽ മതി, ചെക്ക് ചെയ്ത് നോക്ക്. കടവന്ത്രയിൽ ഭിന്നശേഷിക്കാരനെ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തി ക്രൂരമായി മർദ്ദിച്ചു. യുവാവിന്റെ വാരിയെല്ലുകൾ ഒടിഞ്ഞു. ചിരിച്ചിട്ടൊക്കെ നിൽക്കുന്നടോ. ഇതിന്റെ സത്യാവസ്ഥ എന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇത് ഏത് കാലത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നതെന്ന് ആശങ്ക ഉണർത്തുന്ന വാർത്തയിലേക്കാണ് ആദ്യം. പാശ്ചാത്യ ലോകത്ത് മാത്രം കേട്ടുകേൾവിയുള്ള വാർത്ത, ആ വാർത്തയ്ക്ക് ഇങ്ങ് കൊച്ചി പശ്ചാത്തലമാവുകയാണ്. ഭിന്നശേഷിക്കാരനെ ലൈംഗിക ബന്ധത്തിന് വിസമ്മതിച്ചതിന് യുവതി ആളെ കൂട്ടി ക്രൂരമായി തല്ലി വാരിയെല്ല് തകർത്തു. പക്ഷെ ഒരു തരി നാണമോ കുറ്റബോധമോ അവൾക്ക് സ്റ്റേഷനിൽ വെച്ച് പോലും ഉണ്ടായിരുന്നില്ല. ആദ്യം ആ വാർത്തയിലേക്ക് തന്നെയാണ്, അണികളുടെ കൊല്ലാക്കൊലയിലേക്ക്. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പുള്ളിക്കാരത്തി ഇവർ കുറച്ച് ഗ്യാങ് ടീമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പറയുന്ന പാവം ഒരു ഭിന്നശേഷിക്കാരനെ ഇവരെന്ത് ചെയ്തു, മെസ്സേജ് അയക്കുന്നുണ്ട്. കുറെ നാളായിട്ടായി മെസ്സേജ് അയക്കുന്നുണ്ട്. പാവം പിടിച്ചാൻ ഓക്കെ, റിയൽ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാവും, മനുഷ്യനല്ലേ പുള്ളേ. സംഭവം സംസാരിച്ചു പോവും. മീറ്റ് ചെയ്യാന്ന് പറഞ്ഞാണ്, വരാന്ന് പറഞ്ഞു. ഓക്കെ, പക്ഷെ പിന്നീട് ചേഞ്ച് ഉണ്ടാവുന്നു. ഹോട്ടൽ മുറിയിലോട്ട് പോകുന്നു. അവിടെ ചെല്ലുമ്പോഴാണ് ഇവൻ മനസ്സിലാക്കുന്നത്, അതായത് ഈ ഭിന്നശേഷിക്കാരൻ മനസ്സിലാക്കുന്നത്, ഈ പെൺകുട്ടിയല്ല ഇത്ര നേരം ഇവരോട് ചാറ്റ് ചെയ്തത്. ഇവളുടെ ഗ്യാങ്ങിൽപ്പെട്ട കുറെ ടീമുകളുണ്ട്. ഇവളുമായിട്ട് സെക്സിൽ ഏർപ്പെടാൻ പറയുന്നു. പക്ഷെ ഇവൻ സമ്മതിക്കുന്നില്ല. അതിനെതിരെ എടുത്തിട്ട് അടിച്ചു പറിച്ച് നശിപ്പിച്ചു വെക്കുന്നവനെ. ഓക്കെ, എടാ എന്ത് കൂളായിട്ടാണ് കൊണ്ടു കിടക്കുന്നത്. എന്താ ഈ സംഭവം? ഇതിനകത്ത് കമന്റ് നോക്ക്.
വല്ല കുലുക്കം ഉണ്ടോ നോക്ക്. നാണം കെട്ടവൾ, അവൾക്കറിയാം ഇതിന് വലിയ ശിക്ഷ കിട്ടാൻ പോകണില്ലെന്ന്. നമ്മുടെ നിയമത്തോടുള്ള ചിരിയാണ് ഈ കാണിക്കുന്നത്, നമ്മുടെ നിയമത്തോടുള്ള പുച്ഛമാണ് ഈ കാണിക്കുന്നത്. കറക്റ്റ് 4 ദിവസം നോക്കിക്കഴിഞ്ഞു. 4 ദിവസം 5 ദിവസം കഴിയുമ്പോൾ ഒരു ജാമ്യം കിട്ടിയ ആള് പുറത്തിറങ്ങും. ഇതിനകത്ത് കറക്റ്റ് അടുത്ത ചാനലിനകത്ത് അവർ ഷൂട്ട് ചെയ്യുന്നുണ്ട്, അവിടെ കണ്ടു പോകും. റിപ്പോർട്ടർ TV. ഇവിടെ എന്തോ അവാർഡൊക്കെ കിട്ടിയിട്ട് വന്ന് നിൽക്കുന്ന പോലെയൊക്കെയാണ് നിൽക്കുന്നത്. ഇതിന്റെ മെയിൻ ആളാന്ന് തോന്നുന്നു പുള്ളി. ഊട്ടായ്പിന് അങ്ങേയറ്റം തന്നെ അല്ലേ. ഒരു പേടിയിലടൂ, നല്ല കൂളായിട്ട് നിൽക്കുന്നു. മറ്റേ കൂട്ടത്തിലുണ്ട് ടീമുകൾ, 5 പേരെയാണ് അറസ്റ്റ് ചെയ്തേക്കുന്നതാണ് പറയുന്നത്. ഇത് നോക്കണേ, പോലീസുകാരൻ സംസാരിക്കുന്നുണ്ടോ? നല്ല കൂളായിട്ട് സംസാരിച്ച് ചിരിച്ചോണ്ടൊക്കെ ഇരിക്കുന്നുണ്ടോ. അത് ക്യാമറ ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും എക്സ്പ്രഷൻ മാറ്റി. എന്താ അവിടുത്തെ കമ്പിയിലൊക്കെ ഞാൻ നിൽക്കുന്നു. ഒരു പേടിയില്ല. ഈ ഒരു കൂസലും ഇല്ലാത്ത ഈ നിൽക്കുന്ന ഈ നിപ്പ്, സത്യം പറഞ്ഞു കഴിഞ്ഞാല് നിയമത്തിന് പേടിയില്ല എന്നുള്ളതാണ്. പുള്ളിക്കാരത്തി ഇറങ്ങിപ്പോരും. എടാ പൊന്നു മക്കളെ, നീയാണ് കൊടുക്കാൻ പോകുന്നത്, നിങ്ങളെല്ലാരും കൊടുക്കും. അവളിറങ്ങിപ്പോവും, ഉറപ്പല്ലേ. എന്തോ ഒരു അഭിമാന നിമിഷം അതേപോലൊക്കെയാ നിൽക്കുന്നത്. ഇവിടെ പറഞ്ഞു കേട്ടോ, മതിയുടെ പോയി. എന്താലേ ഈ രംഗം കാണാന്. പോകുന്ന വഴിയാണേ, വേറെ അങ്ങോട്ടോ കൊണ്ടുപോകുന്ന വഴിയാണ്. എന്താ പറയുന്നത്? നല്ല ഫോട്ടോ ഒക്കെ അല്ലേ എടുത്തേന്നോ, അങ്ങനെ എന്തോ ഡയലോഗ് അടിക്കുന്നേ തോന്നുന്നു. നല്ല ഫോട്ടോ അല്ലേ എടുത്തേന്ന്, അതാണ് തോന്നുന്നു പറയുന്നത്. കറക്റ്റ് അങ്ങനെയാണെന്ന് തോന്നുന്നു. കേട്ടോ, എന്താല്ലേ കാണാൻ പറ്റുന്നില്ലടോ. ചിരിച്ച് കളിച്ച് നിൽക്കുക. ആ എക്സ്പ്രഷൻ കണ്ട നല്ല കൂളായിട്ട് നിൽക്കുന്നത്. നിയമവ്യവസ്ഥയുടെ തോൽവി അല്ലേ ഈ കാണിക്കുന്നത്? നിയമവ്യവസ്ഥയുടെ തോൽവി അല്ലേ ഈ കാണുന്നത്? പോലീസ് പോലും ചിരിച്ചു കളിച്ച് എന്തൊരു സപ്പോർട്ട്. സത്യം, ആ പോലീസുകാരന് എന്തിന്റെ ഒരു രീതിയിലാണ് പെരുമാറേണ്ടത്? സാധാരണ ഒരു പ്രശ്നം, ചെറിയ ചെറിയ കേസുകളുള്ള ആളുകളോട് ഇവിടെ പെരുമാറുന്ന രീതി കാണണം, ബിഹേവിയർ. ഇങ്ങനെ ഒരു ക്രിമിനൽസുമായിട്ട് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലെന്ന്. ഇവർക്ക് നല്ല ചിരിച്ചു കളിച്ച് നല്ല സംയമനം പാലിച്ചൊക്കെ നിൽക്കാൻ അറിയാം. ചെറിയ ചെറിയ കേസിന് കൊണ്ടുവരുന്ന ആളുകളോട് ഉള്ള ബിഹേവിയർ ഭയങ്കര മോശം. മയക്കുമരുന്നിന്റെ കഞ്ചാവിന്റെ കോൺഫിഡൻസ് ഒരു നോർമലായ വ്യക്തികൾക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല. ആയിരിക്കാം, അല്ലാണ്ട് ഈ പണി നടക്കത്തില്ലല്ലോ. ഒരു മനുഷ്യന് ചിന്തിക്കാൻ രീതിയിലല്ലോ ഇവർ ഈ ചെയ്യുന്ന പ്രവൃത്തി. ഒരു പാവം പിടിച്ച് ഒരു സംസാരിക്കാനോ ഒരു ചെവി കേൾക്കാൻ വയ്യാത്തയോ സംസാരിക്കാനോ പറ്റാത്ത ഒരു വ്യക്തിയെ
ട്രാപ്പിൽ കുടുക്കിയിട്ട് സെക്സ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ട് സെക്സ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാവുമ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് എതിർക്കുമ്പോൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അവനെ എടുത്തിട്ട് അടിച്ച് പറിക്കുകയാണ്. ചോദിക്കുന്നുണ്ട് ആളുകൾ, ആ പോലീസുകാരൻ അവന്മാരുടെ അടുത്ത് കിളിച്ച് നിൽക്കാൻ നാണമില്ലേ പോലീസ്? പക്ഷെ എന്താല്ലേ കമന്റൊക്കെ കിടക്കുന്ന ആളുകളുടെ പ്രതികരണമാണ്. ഇവിടെ സമാധാനം സൃഷ്ടിക്കണം, സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ ഇങ്ങനെയുള്ളവരെ ഒതുക്കണം. ഒരു പേടിയില്ല. 4 ദിവസം 5 ദിവസം കഴിയുമ്പോൾ ഇവര് പുറത്തിറങ്ങും, ഇവർക്ക് പ്രശ്നമില്ല. പക്ഷെ എന്താല്ലേ ഇവിടത്തുള്ള, എനിക്കതാണ് ചോദിക്കേണ്ടത്, ഇവിടത്തുള്ള ഫെമിനിസ്റ്റുകളും ആണുങ്ങളാണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചർ. ഇങ്ങനെയൊക്കെ പറയുന്ന കുറെ ടീമുകളുണ്ടായിരുന്നു. എവിടെ? എന്തായാലും ഇപ്പം 2026 25-ാം തീയതി നടന്ന സംഭവമാണ്. രാത്രിയിലാണ് വാർത്ത വരുന്നത്. 1 മണിക്കൂർ മുന്നേ വാർത്ത വരുന്നതാണ്. അതായത് 1 മണിക്കൂർ മുന്നേ, ഓക്കെ, 1 മണിക്കൂർ മുന്നേ വാർത്ത വന്നതാണ്. ഇനി നാളെ അറിയാം, 26-ാം തീയതി നമുക്കറിയാം. ഓക്കെ, എന്താ അവസ്ഥ നോക്കട്ടെ. സത്യം പറഞ്ഞാൽ പൂട്ടണം, ആടപാടലം പൂട്ടണം ഇവരെയൊക്കെ. അല്ലാതെ നല്ല കൂളായിട്ട് ഇറങ്ങിയെടുക്കുന്നുണ്ട്. പോലീസ് വണ്ടിക്ക് നല്ല കിടിലൻ സൗകര്യം. പൂട്ടിയിട്ട് പോടേ. അപ്പൊ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്തു വെച്ചിട്ട് നോക്കിയിരുന്നു. അടുത്തടുത്ത അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും ഒന്ന് ചർച്ച ചെയ്യപ്പെടാം. അപ്പൊ ഇതിൽ നല്ല പുതിയ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.